അടുക്കളയിലിടാൻ വേണ്ടി ലെങ്ത് കുറവുള്ള അല്ലേ പൊന്നെ? ആ, അമ്മയുടെ മുത്തുമണിയല്ലേ? കുടുമി കണ്ട കുടുമി അല്ല 6 ശരിയാ. ആ, അതിന് മുമ്പും അതുപോലെ തന്നെ ഹലോ ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് എവരിബഡി. എൻ്റെ ചക്കരക്കുട്ടൻ സ്കൂളിൽ പോവുക. ഇന്നലെ ദീപ ചോദിച്ചു മുമ്പേ ചാൻസ് ഇത് യൂണിഫോം ആണോ ജോമാന്ന്. യൂണിഫോം ഇന്നലെ ഇട്ടത് യൂണിഫോം അല്ല, കളർ ഡ്രസ്സാണ്. ഇപ്പം മെയ് 24 വരെ ക്ലാസ് ഉണ്ട്. അപ്പോൾ അത് രാവിലെ 7:30 തൊട്ട് രാവിലെ 10:30 വരെ ഇവർക്ക് കളർ. പിന്നെ അതിനകത്ത് തന്നെ ഉണ്ടോയെന്ന് ചവിട്ടി നോക്കിയിട്ട് ഇവർക്ക് കളർ ഡ്രസ്സ് ഇട്ടാൽ മതി, യൂണിഫോം ഇടണ്ട. യൂണിഫോം ജൂൺ 3 അങ്ങനെ എങ്ങാണ്ട് സ്കൂൾ തുറക്കുമ്പോൾ യൂണിഫോമാണ്. അപ്പം ഞാൻ കാണിക്കാമേ യൂണിഫോം. രാവിലെ ഇതേ കട്ടൻ കാപ്പി മാത്രമേ. പൊന്നെ എന്നാ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാത്തേ? ഇഷ്ടമല്ല. ആ, വന്നിട്ടേ കഴിക്കുകയുള്ളൂ അല്ലേ? 11:30 ആവുമല്ലേ വരുമ്പോൾ? 10:30 വരെയാണ് ക്ലാസ്. പക്ഷേ മിസ്സ് ചിലപ്പോഴൊക്കെ 10:45, 11 വരെയൊക്കെ അങ്ങ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുവേ. അത് കാരണം ഇന്നലെ വന്നപ്പം 11:30 ആയി. ഞാനും കൊച്ചു വന്നിട്ടേ കഴിക്കുകയുള്ളൂ, എനിക്കല്ലാതെ ഇറങ്ങുകയില്ല അല്ലേ പൊന്നെ? ആ, അമ്മയുടെ മുത്തുമണിയല്ലേ? കൊച്ചു കട്ടൻ കാപ്പി ഞാൻ ഇച്ചിരി കുരുമുളകൊക്കെ പൊടിച്ചിട്ടാണ് കട്ടൻ കാപ്പി കൊടുത്തത്. ചുമ മാറിയോ? ആ, ജലദോഷവും ചുമയൊക്കെ മാറി കഴിക്കാൻ ഇപ്രാവശ്യം ഹോസ്പിറ്റലിൽ പോകാതെ മരുന്ന് വാങ്ങിക്കാതെ അല്ലേ, ആവിയൊക്കെ പിടിച്ച് കട്ടൻ കാപ്പിയൊക്കെ കുരുമുളകും പിന്നെ പനിക്കൂർക്കലയും തുളസിയിലയും ഒക്കെ ഇട്ട് ഇച്ചിരി ചുക്കുമൊക്കെ ഇട്ട് ഞങ്ങൾ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് ആവിയൊക്കെ പിടിച്ച് ചൂട് വെള്ളം ഐബോധോ വെള്ളമൊക്കെ അല്ലേ ബാഗിലിരിപ്പിലെടുത്തോ. അങ്ങനെ കുടിച്ച് കർത്താവ് സഹായിച്ച് യേശുപ്പച്ചൻ സൗഖ്യം തന്നല്ലേ. ആ, അങ്ങനെ കപ്പ് കുടിച്ചേ, മുഴുവൻ കുടിക്കണം. ആ, അത് പറ്റിയല്ലേ. ഞാൻ അത് ചുമ ഒന്നും വരാതിരിക്കാൻ തുമ്മാതിരിക്കാൻ രാവിലെ തരുന്നതല്ലേ, ഫുള്ളും കുടിക്കണം കേട്ടോ. വാ കഴിവ് പോയി. ഓട്ടോ ചേട്ടനോട് ഇന്ന് 7:10 തന്നെ വരണമെന്ന് പറഞ്ഞു. ഇന്നലെ വന്നപ്പം 7:15 കഴിഞ്ഞു. അത് കാരണം കൊച്ചി വന്നപ്പം പ്രാർത്ഥിച്ചവർ തുടങ്ങി. അത് കാരണം ഇന്ന് ഞങ്ങൾ 7:10 തന്നെ വരണമെന്ന് പറഞ്ഞിരിക്കും. ഞാനിവിടെ മേളിൽ കയറുക. എനിക്ക് ആ സ്റ്റെപ്സൊക്കെ കയറുമ്പോൾ ഒരു എക്സസൈസ് ഉണ്ടല്ലോ. ഇതുണ്ട് ഞങ്ങളുടെ ഈ ഗ്രില്ലിൻ്റെ ഈ സാധനം ഇതുണ്ട്, അത് കയറ്റി വെച്ചാൽ ഇത് വെൽഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ, വന്ന് മോനെ ഓട്ടോ വന്നേ, വരുന്നു. കുടുമി കണ്ടോ, കുടുമി. ദോശ ഇടുക, ദോശ. ഇന്നലെ ആരൻ വന്നിട്ടാണ് ഞാൻ കഴിച്ചത്. 11:30 കഴിഞ്ഞു. അപ്പം ആരൻ ഭയങ്കര ബഹളമായിരുന്നു. രാവിലെ കഴിച്ചോണമെന്ന് പറഞ്ഞു. കട്ടൻ കാപ്പി കുടിച്ചു, ഐമോദക വെള്ളം ഇട്ടു. ആരനെ പറഞ്ഞു വിട്ടു. പിന്നെ ആരൻ പോയി. ആരൻ കഴിക്കാതെ വന്നിട്ടേ കഴിക്കുന്നുള്ളൂ. എന്നോട് പറഞ്ഞ് കഴിക്കാതിരിക്കല്, കഴിച്ചോണമെന്ന് പറഞ്ഞാൽ. ദോശയും സാമ്പാറും ഇന്നലെ വെച്ച സാമ്പാറാണ്. ഇന്നലെ സാമ്പാറും പിന്നെ ഉണക്കസ്രാവ് വറുത്തതും എനിക്ക്. ആരന് നെയ്പരവായില്ലേ പച്ചമീൻ, അത് വറുത്തതും സാമ്പാറും. ചക്കക്കുരു ഇങ്ങനെ ഇറച്ചി ഒലത്തുന്ന പോലെ ഒലത്തുന്ന ഒരു പരിപാടിയുണ്ട്, അത് ചെയ്യാമെന്ന് വെച്ചിരുന്നപ്പം ഇന്നലെ ലൈവിൽ കയറാനായിട്ട് പിന്നെ സമയം പോയി. അതുകൊണ്ട് പിന്നെ ലൈവിൽ അങ്ങ് കയറി അവിടെ അങ്ങ് ഇരുന്നു. അതുകൊണ്ട് സാമ്പാർ മാത്രമേ വെച്ചുള്ളൂ, അതിരിപ്പുണ്ട്. അപ്പം ദോശയും സാമ്പാറും. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങി വെച്ചിട്ടുണ്ട്, മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് കഴിക്കണം. പിന്നെ ചോറിരിപ്പുണ്ട്. 2 ദിവസം കൂടുമ്പോൾ വെച്ചാൽ മതി. അപ്പോൾ ചോറ് ഒന്ന് വെച്ചൂറ്റിയെടുക്കണം. പിന്നെ ഇന്ന് എന്തായാലും ആ ചക്കക്കുരു ഇരുന്ന് ഒരുക്കണം. അലക്കാനൊന്നും ഇല്ല, അത് കാരണം പാത്രം എല്ലാം കഴിയില്ലോ, വൈകിട്ടേ കഴിയേ. അപ്പോൾ ഇന്ന് ചക്കക്കുരു ഇറച്ചി ഒലത്തുന്ന പോലെ ഞാൻ കാണിച്ചു തരാം. പക്ഷേ എൻ്റെ അമ്മ വെക്കുന്ന പോലെ ഒക്കത്തില്ല. എൻ്റെ അമ്മ വെക്കുന്ന ഭയങ്കര ടേസ്റ്റ്. ഞങ്ങളുടെ കുടുംബത്ത് പണ്ട് മുതൽക്കേ ഉള്ള ഒരു പ്രധാന ചക്ക സീസണിലുള്ള കറിയാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് ഇറച്ചി പറ്റിക്കുന്ന പോലെ പറ്റിക്കുന്നത് നല്ലതാണ്.
ലൈറ്റ് ഇടാൻ നിൽക്കുന്നതുകൊണ്ട് ഇരുണ്ടാ നിൽക്കുന്നത്. KSEB പറഞ്ഞിരിക്കുന്ന നമ്മളോട് യാചിക്കുക ലൈറ്റ് ഇടാതെ AC ഒക്കെ ഉപയോഗം കുറച്ച്, പിന്നെ കറണ്ടിൻ്റെ ഉപയോഗം കുറച്ച്. അല്ലെ നമ്മൾക്ക് തന്നെയാണ് ബുദ്ധിമുട്ട്, കറണ്ട് തരത്തില്ല, ഒത്തിരി പ്രശ്നങ്ങളാണ് മഴയൊന്നും ഇല്ലാത്തതുകൊണ്ടേ. അപ്പം എല്ലാവരും ചൂടായതുകൊണ്ട് ഉപയോഗം കൂടുതലാണ്, അപ്പം കുറയ്ക്കാൻ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ലൈറ്റൊന്നും ഇട്ടില്ല, ഇവിടെ അങ്ങ് ലൈറ്റ് ഇടാൻ നിന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. കുരീച്ച ദോശ വരട്ടെ? കേൾക്കുകയില്ല, അവിടെ ഫാനിട്ടേ ചൊരുങ്ങുക, അത് കാരണം കേൾക്കുന്നില്ല. രാവിലെ കഴിക്കാതെ ആശർ പോകുന്നത്. ആശറിൻ്റെ ഭയങ്കര മടിയാണ്, എല്ലാവർക്കും ബ്രേക്ക്ഫാസ്റ്റ് മടിയാണ്. പിന്നെ ആശർ ആരോ റൂട്ട് ബിസ്ക്കറ്റും പിന്നെ കട്ടൻ കാപ്പിയും കൂടെ കുടിച്ചു. എല്ലാ ദിവസവും ഇതാ പരിപാടി, അല്ലേ റിസ്ക്. ഇത് ഓൺലൈനിൽ നിന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു 6 ടോപ്പ് 700 രൂപയ്ക്ക് കിട്ടി. 6 6 ടോപ്പ് 600 രൂപയ്ക്ക്, ഒരെണ്ണത്തിന് 100 രൂപ വെച്ച്. പിന്നെ അവരുടെ ടാക്സും ഡെലിവറി ചാർജും കൂടെ ആകുമ്പം 700 രൂപ, അങ്ങനെയാണ്. അല്ലെ 600 രൂപ 6 അപ്പം അങ്ങനെ ഞാൻ എടുത്തെന്ന് പറഞ്ഞില്ലേ. അപ്പം അതിന് മുമ്പ് ഇതുപോലെ 6 തോന്നുന്നു, 3 കിട്ടിയായിരുന്നേ. അല്ല 6 ശരിയാ. അതിന് മുമ്പും അതുപോലെ തന്നെ 6 600 രൂപയ്ക്ക് എടുത്ത് വെച്ചായിരുന്നു. അപ്പോൾ അന്ന് XL ഓർഡർ ചെയ്തപ്പം ലാർജിൻ്റെ ഒരു ഇതിലാണ് വന്നത്. പക്ഷേ ഞാൻ മെലിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ഇന്നലെ എടുത്ത് ഇട്ടപ്പോഴത്തേക്കിനും ഉണ്ടല്ലോ, വൈകിട്ട് കുളിയും കഴിഞ്ഞ് എടുത്തിട്ടപ്പോഴത്തേക്കിനും നല്ല ഷൂന്നും പറഞ്ഞങ്ങ് കയറിപ്പോയി. അല്ല എനിക്ക് ലാർജ് പറ്റത്തില്ല, വയറിൻ്റെ അവിടെ ആകുമ്പോഴത്തേക്ക് നമുക്കൊക്കെ ഒരു ശാപമല്ലേ കണ്ടമാനം ഇല്ലേലും ഒരു വയറ് എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വയറിൻ്റെ അവിടെ വരുമ്പോൾ ഒരു നിൽക്കുമ്പം കുഴപ്പമില്ല, ഇരിക്കുമ്പം ഒന്ന് നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാരണം പക്ഷേ ഇപ്പം മെലിഞ്ഞതുകൊണ്ട് ഒരു പ്രശ്നവും ഇല്ല. അന്നേരം കഴിഞ്ഞ ദിവസം ഇത് നേവി ബ്ലൂ കളറായി പ്രിൻ്റ്, ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ. എനിക്കിഷ്ടമാണ് നേവി ബ്ലൂ. അപ്പം കഴിഞ്ഞ ദിവസം 12 ലെഗിൻസ്, ആങ്കിൾ ലെങ്ത് ലെഗിൻസ് ഞാൻ പറഞ്ഞില്ലേ, പിന്നെ 12 എണ്ണത്തിന് 600 700 രൂപ കൊടുത്തപ്പോൾ കിട്ടിയെന്ന്. അപ്പോൾ അതിനകത്ത് നേവി ബ്ലൂ ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ ആ നേവി ബ്ലൂ പാൻറ്റും ഇതൂടെ ഇട്ട് നല്ല സുഖമുണ്ട്. XL പറയുമ്പം XL തന്നെ കിട്ടിയ തരക്കേടില്ല. പിന്നെ അളവ് മാറിപ്പോ എന്നാൽ വിവിധയിൽ എഴുതി വെച്ചേക്കുന്ന XL ആണ്, പക്ഷെങ്കിൽ ലാർജിൻ്റെ അളവ് നമുക്കറിയാം. എനിക്ക് ശ്രീദേവി കൗമ്പിളി ഇന്നലെ ദോശ ഉണ്ടാക്കിയത് കണ്ടപ്പം, തക്കാളി ചമ്മന്തി, ആ ദോശ എന്നെ തട്ടുകടയിലെ പോലെ എന്നെ സോഫ്റ്റാണ്. ശ്രീദേവിയോട് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അതിൻ്റെ റേഷ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട്. മറുപടി ഇന്നൊന്ന് കമൻറ്റിൻ്റെ റിപ്ലൈ ഉണ്ടോയെന്ന് നോക്കണം. ശ്രീദേവി കമൻറ്റിനൊന്നും റിപ്ലൈ ഇടുന്നില്ലേ? ഞാൻ എടുത്ത് ഇന്നലെ നോക്കിയപ്പോൾ അതിൻ്റെ അടിയിലൊന്നും കണ്ടില്ല. ലൈക്ക് ചെയ്യുന്നതിൻ്റെ മാത്രം ഒരു ഹാർട്ട് കൊടുക്കുന്നുണ്ട്, ബാക്കി കമൻറ്റ് ആരുടെയും റിപ്ലൈ കൊടുത്തിട്ടില്ല. അത് ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ കൊടുക്കുകയുള്ളായിരിക്കും, എനിക്കറിയത്തില്ല. ഭയങ്കര തിരക്കല്ലേ, കൊച്ചിന് പരീക്ഷ, നീറ്റ്, അതിൻ്റെയൊക്കെ ടെൻഷനായിരിക്കും. പിന്നെ ശ്രീദേവി ട്യൂഷനൊക്കെ എടുക്കുന്നുണ്ട്, ശ്രീദേവിക്ക് ഭയങ്കര തിരക്കാണ്. എല്ലാവർക്കും തിരക്കുണ്ട്, എന്നാലും പുള്ളിക്കാരി ട്യൂഷൻ എടുക്കുന്നുണ്ട്, അപ്പോൾ ഒന്നുകൂടെ തിരക്കല്ലേ. പിന്നെ നമ്മുടെ മുംബൈ ചാൻസിലെ ദീപ മോൻ്റെ ആരൻ്റെ യൂണിഫോം അല്ല, ഇപ്പം അവർക്ക് അവധിക്കാലം ആയതുകൊണ്ട് 24-ാം തീയതി വരെ ക്ലാസ് ഉണ്ട്. അപ്പം അവധിക്കാലമായതുകൊണ്ട് കളർ ഡ്രസ്സ് ഇടാം. ഞാനിവിടെ ഊഞ്ഞാലെ ഉറിക്കകത്തിങ്ങനെ കൈയിട്ടിങ്ങനെ നിൽക്കുക. ദോശ ചുട്ട് കഴിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്തു. അയ്യോ, ഇന്നലെ ആരണേ ഒരു പണി കാണിച്ച കാണണം. ആശർ രാത്രി 12 മണി കഴിഞ്ഞേ, 12:30 ആയി വന്നപ്പോഴേ. അന്നേരം ആശർ അടുക്കള വന്ന് എന്തോ വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ ഇല്ലേ, ഗ്യാസേലിരുന്ന് ഒരു കലം കരിയുക. ഞാൻ ഈ അയ്മോദകം വെള്ളം തിളപ്പിക്കുന്ന കാലം, എൻ്റെ പൊന്നോ, അതെന്നാന്ന് വെച്ചാൽ ആരണ് ഞാൻ തെർമൽ ഫ്ലാസ്കിനകത്ത് അയ്മോദക വെള്ളം കൊടുത്തില്ലേ, ആരൺ അത് കുടിച്ചില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നപ്പോൾ ദേഷ്യപ്പെട്ടു. വരുമ്പോഴേ ചോദിക്കുന്ന സ്കൂളിൽ എന്നാ കൊണ്ട് വിശേഷം, വെള്ളം കുടിച്ചോ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നത്. അന്നേരം ഈ വെള്ളം കുടിച്ചില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ദേഷ്യം വന്നു.
അപ്പം വൈകുന്നേരം ആയപ്പം എന്തോ കാര്യം എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ആ കുപ്പിയിലെ വെള്ളം മുഴുവൻ ഒറ്റയടിക്ക് നിന്ന് കുടിക്കുക, എന്നാലേ ഉള്ളൂ തരത്തുള്ളെന്ന് പറഞ്ഞേ. അപ്പം ആരണത് ചൂടാക്കാൻ വേണ്ടി വൈകുന്നേരം ആയപ്പോൾ അതങ്ങ് തണുത്തല്ലോ, ചൂടാക്കാൻ വേണ്ടി കൊണ്ട് കലത്തി ഒഴിച്ചു വെച്ചതാണ്. കലത്തിലുള്ള വെള്ളവും ഇവൻ ഒഴിച്ച വെള്ളവും എല്ലാം കരിഞ്ഞ്, കലവും കരിഞ്ഞ്. ആശർ വന്നപ്പം പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ ഓഫ് ചെയ്ത്. ആശർ വന്ന് അത് അടുക്കളയിലോട്ട് പോയതുകൊണ്ടല്ലേ. ഞാൻ അന്നേരം നേരത്തെ റൂമിലോട്ട് കയറി. അപ്പം ആരാണ് ഇന്നലെ രാത്രി 11:30 വരെ ഇരുന്ന് വയലിൻ പ്രാക്ടീസാണ്. അപ്പം ഞാൻ എന്നിട്ട് മുറിയിലോട്ട് വന്നപ്പോൾ ചോദിക്കുന്നുണ്ട്, കുഞ്ഞു എല്ലാം ഓഫ് ചെയ്തോ, വാതിലൊക്കെ അടച്ചോ, ജനലിൻ്റെ കർട്ടനൊക്കെ വലിച്ചിട്ടോ, എല്ലാം ഇങ്ങനെ ചോദിക്കുവേ. ഗ്യാസേ വല്ലതും വെച്ചിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിക്കുവേ. അന്നേരം പറഞ്ഞു ഗ്യാസയിലൊന്നും വെച്ചിട്ടില്ല, എല്ലാ ലൈറ്റൊക്കെ നിർത്തി, എല്ലാം പറഞ്ഞു കേട്ടോ. എന്നിട്ട് ഈ കൊച്ചി ചുമ്മാ പറഞ്ഞത്, ഇത് വെള്ളം വെച്ചവരൊക്കെ ഇത് മറന്നു, ഇത് വയലിൻ പ്രാക്ടീസ് ചെയ്യാൻ പോയി, ഇത് അടുപ്പത്ത് ഈ വെള്ളം ചൂടാൻ വെച്ചിട്ട്. എൻ്റെ പൊന്നു ആശർ വന്നത്, കർത്താവ് എന്നെ അന്നേലും കാണിക്കും, നമ്മളോട് ദൈവം എന്തെങ്കിലും കുഴപ്പം ചെയ്യുമോ, ഒന്നും ചെയ്യത്തില്ല. അപ്പം ആശർ വന്നത് ഓഫ് ചെയ്തുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ, ആശറും വന്ന് കുളിയും കഴിഞ്ഞ് കിടക്കും, ഞങ്ങളും ആശർ വന്നു കഴിയുമ്പം ഞങ്ങളും ഉറങ്ങും. അങ്ങനെ ഒന്ന് ഓർത്ത് നോക്കിയേ, എൻ്റെ ദൈവമേ, ദൈവം രക്ഷിക്കുന്നതേ. എനിക്ക് എന്നിട്ട് ഇന്നലെ രാത്രി ഭയങ്കര സങ്കടവും പേടിയായിപ്പോയി. കയ്യബദ്ധങ്ങൾ ഓരോന്ന് പറ്റുന്നതേ, ശ്രദ്ധക്കുറവ്. തീ എന്തായാലും കുറച്ചാണോ വെച്ചെന്ന് തോന്നുന്നു. കുറച്ച് വെച്ചിട്ടാണ് പുള്ളി പോയത്. കാരണം പുള്ളിക്ക് കുറച്ച് വെച്ചിട്ട് പോയാലല്ലേ വയലിൻ വായിക്കുന്നിടത്തുനിന്ന് ഇടയ്ക്ക് മറന്നു പോയാലും കുഴപ്പമില്ലാതിരിക്കുള്ളൂ. അപ്പോൾ കൂട്ടി വെച്ചിരുന്നെങ്കിലോ നോർത്ത് നോക്കി. അങ്ങനെയൊക്കെയാണ്. അപ്പം ഇനിയിപ്പോൾ എന്നതാ, ആ ചക്കക്കുരുക്കറിയും കൂടെ വെച്ചാൽ മതി. ഇപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞാൽ ഉടനെ ചക്കക്കുരുവും കൂടെ വെച്ചാൽ എൻ്റെ പണി കഴിഞ്ഞ്. ആരൻ വരുമ്പോഴത്തേക്ക് നമുക്ക് ലൈവിൽ കയറാമല്ലോ. ആരൻ വരുമ്പോഴത്തേക്ക് ലൈവൊക്കെ 10 തുടങ്ങുന്ന. ആരൻ വരുമ്പോഴത്തേക്ക് 1.5 മണിക്കൂർ കഴിയും, 11:30 ആവും ആരൻ വരുമ്പം. ടീച്ചർമാർ ഇച്ചിരി കൂടെ കൂടുതൽ നേരം അങ്ങ് ഇരുത്തും. 10 എന്ന് പറഞ്ഞിട്ട് ഇന്നലെ 10:45 വരെ എങ്ങാണ്ട് പഠിപ്പിച്ചു. പിന്നെ ഓട്ടോ ചേട്ടൻ ഇവിടെ കൊണ്ട് വിട്ടപ്പം 11:15 വന്നപ്പം. പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചെല്ലാം കഴിഞ്ഞല്ലേ ലൈവിൽ കയറുന്നത്. അപ്പം താമസിക്കും. ഞാനത് കാരണം എളുപ്പത്തിൽ ചക്കക്കുരുക്കറിയും വെച്ച് 10 ആകുമ്പോൾ, ഇപ്പം സമയമൊന്നും വലുതായിട്ടായിട്ടില്ല. അപ്പോൾ 10 ആകുമ്പോഴത്തേക്കും എനിക്കങ്ങ് കയറാമല്ലോ ലൈവിൽ. മുടി ഞാൻ ഇന്നലെ വൈകിട്ടേ കോഴി മുട്ടയിട്ടെന്ന് തോന്നുന്നു. കോഴി മുട്ടയിട്ടോന്ന് ഞാൻ ഓർത്തേ. കോഴി മുട്ടയിടാനായിട്ടൊക്കെ ആയിട്ടുണ്ട്. ഇന്നലെ ആരൻ പറയും പൂവൻ കോഴിയെല്ലാം വലിയതായല്ലോ. ഞാൻ പറഞ്ഞു പോടാ അവിടുന്ന്, അങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറഞ്ഞു. പിന്നെ ആരൻ അറിയത്തില്ല പാവം. അപ്പം എന്നാന്നറിയത്തില്ല, മുട്ടയൊക്കെ ഇടാറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു അത് എന്നാ കരയുന്നതെന്നാ. ആശർ പോയി, ഞാൻ പോയി വാതിലടയ്ക്കട്ടെ. ഓക്കെ, അപ്പം എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നില്ലല്ലോ ആരും, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ ഫുൾ വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്തവർക്ക് നന്ദിയുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മളുടെ മുംബൈ ജയൻസിലെ ദീപ ആ മുഖത്തെ ഇതും പിന്നെ മുടിയുടെ ഇതും ഞാൻ കാണിച്ചില്ലേ, അത് കസിൻസിന് റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ. എല്ലാവരും അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കണം. അതെല്ലാവരും ആ വീഡിയോ കാണണം. കരുവാളിപ്പ് മാറാനുള്ള ഇതും പിന്നെ ഈ കരിമങ്കല്യത്തിൻ്റെയൊക്കെ ഞാൻ കാണിച്ചില്ലേ, അതെല്ലാം എടുത്ത് വീഡിയോസ് അത് രണ്ടും എടുത്ത് കാണണേ. പിന്നെ മുടിയുടെ കാണിച്ചില്ലേ, ഭയങ്കര സൂപ്പറാട്ടോ. ഈ ബാക്കിലൊക്കെ ഇങ്ങനെ കുഞ്ഞുമുടി വരുന്നുണ്ടോ, എല്ലാം ഇങ്ങനത്തെ അത് തേച്ചതുകൊണ്ട് കണ്ടോ. പൊക്കിക്കെട്ടി വെച്ച് കഴിയുമ്പോൾ താഴെ സന്യാസിമാരോട് ഇങ്ങനെ കണ്ടോ പുറയിൽ ഇങ്ങനെ കിടക്കുന്നത്, അതെല്ലാം പുതിയ മുടികളാണ്. പിന്നെ ഇന്നലെ ഞാൻ റോസ്മേരി വാട്ടർ തേച്ചിട്ട് കെട്ടി. രാത്രി കുളി കഴിഞ്ഞേച്ചൊക്കെ മുടി ഉണങ്ങുകയല്ലേ, വൈകുന്നേരത്തെ കുളി കഴിഞ്ഞ് മുടി ഉണങ്ങുകയല്ലേ. അപ്പം ഞാൻ പൊക്കിക്കെട്ടി വെച്ചതാണ്. റോസ്മേരി വാട്ടർ സ്പ്രേ ചെയ്ത് ഞാൻ കുപ്പി കാണിച്ചില്ലായിരുന്നു, അതിങ്ങനെ എല്ലാം തേച്ചേച്ച് കെട്ടി വെച്ചതാണ്.
ഇനിയിപ്പോൾ കഴിച്ച് കഴിയുമ്പം മുറ്റത്ത് പോയി ചീകി മുടി അഴിച്ചിടണം. അങ്ങനെ അഴിച്ചിട്ടിട്ട് ബോയല്ലേ വെക്കുന്നത്. ആവിയായതുകൊണ്ട് ചിലപ്പം ഇങ്ങനെ പൊക്കി കെട്ടി ഇവിടെ വെക്കും. അങ്ങനെയാണ്. എനിവേ നമുക്ക് പോയി കഴിക്കാം. ഓക്കെ. അടുക്കളയിലിടാൻ വേണ്ടി ലെങ്ത് കുറവുള്ള ഒരു കർട്ടൻ നോക്കിയിട്ട് ഭയങ്കര വില. പിന്നെ എന്നെ ഇത് ലെങ്ത് ഉള്ളത് തന്നെ വിൻഡോ കർട്ടൻ മേടിച്ചു. അപ്പം ഞങ്ങൾ അതൊന്ന് ലെങ്ത് കുറയ്ക്കുമാരൻ. അത്രയും കുറയ്ക്കണ്ട മോനെ. എത്ര ഇത് വേണമെന്ന് നോക്കട്ടെ. ഇത്രയും മടക്കണോ? അപ്പോൾ വൃത്തികേടാവുമല്ലേ. അപ്പോൾ ആ അടിപ്പ് മേളി വരും. ഇത് ഇവിടെ അടിക്കേണ്ടി വരും. മടക്കി അടിക്കാം. മടക്കി അടിക്കാം. അപ്പം അതൊന്ന് അടിക്കട്ടെ. അല്ലെങ്കിൽ ഈ കർട്ടന ഈ വിൻഡോയ്ക്ക് ആകെ ഇത്രയും നീളമേ ഉള്ളൂ. അതിൻ്റെ ഫുള്ളിടുന്നില്ല. ഫുള്ളിട്ട് അവിടെ വച്ചിരിക്കുന്ന കുപ്പിയെല്ലാം മറഞ്ഞു പോകത്തില്ലേ. അപ്പം അതിൻ്റെ മേളും കൊണ്ട് നിൽക്കുന്ന പോലെ